നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 9 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അടുത്തത് 10ാമത്തെ ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമഗ്ര പഠനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. ജീവിതയാത്രയിലെ വഴിവിളക്കുകളാണ് ഈ 10ാമത്തെ ശ്ലോകം. മനുഷ്യജീവിതം ഒരു മഹായാത്രയാണ്. ഈ യാത്രയിൽ പലപ്പോഴും നാം പകച്ചു നിൽക്കാറുണ്ട്. എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, കർമ്മങ്ങളുടെ ഫലം എന്തായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ഏതൊരു വ്യക്തിയെയും അലട്ടുന്നവയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ അനുഭവിച്ചതും ഇതേ വിഷാദമാണ്. കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും കർമ്മഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും അർജുനനെ തളർത്തിക്കളഞ്ഞു. ഈ മാനസികാവസ്ഥയ്ക്കുള്ള ഉത്തരമായാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗം ഉപദേശിക്കുന്നത്. ഭഗവത്ഗീതയിലെ 3ാം അധ്യായമായ കർമ്മയോഗത്തിലെ 10ാമത്തെ ശ്ലോകം പ്രപഞ്ച സൃഷ്ടിയുടെയും മനുഷ്യന്റെ കടമകളുടെയും അടിസ്ഥാന തത്വങ്ങളെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് നേടാനാകും എന്ന ചോദ്യത്തിന് പകരം ഈ ലോകത്തിന് എനിക്ക് എന്ത് നൽകാനാകും എന്ന ചോദ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു മഹത്തായ ദർശനമാണ് ഈ ശ്ലോകത്തിലുള്ളത്. മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ആശയമാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം, ദാർശനികമായ വ്യാഖ്യാനം, കുട്ടികൾക്കും മുതിർന്നവർക്കും ജീവിതത്തിൽ പാലിക്കേണ്ട നിഷ്ഠകൾ എന്നിവ വിശദമായി പറയുകയാണ്. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 10. സഹയജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യത്വം ഏഷ വോ സ്ത്വിഷ്ടകാമധുക്. സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരാ ഉവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യത്വം ഏഷ വഹ അസ്തു ഇഷ്ടകാമധുക്. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം നമുക്ക് നോക്കാം. സഹയജ്ഞാഃ, സഹയജ്ഞാഃ, യജ്ഞത്തോട് കൂടിയവരായി, അല്ലെങ്കിൽ ത്യാഗമനോഭാവത്തോടു കൂടി. സഹ, സഹ എന്നാൽ കൂടെ എന്നാണ്. യജ്ഞം എന്നാൽ ത്യാഗം, കർമ്മം എന്നൊക്കെയാണ്. സഹ യജ്ഞം എന്ന 2 പദങ്ങൾ ചേർന്നതാണ് സഹയജ്ഞാഃ. അതായത് മനുഷ്യൻ ജനിച്ചത് തന്നെ കർമ്മം ചെയ്യാനുള്ള ബാധ്യതയുമായിട്ടാണ് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. പ്രജാഃ, പ്രജകളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ. ഇവിടെ പ്രജകൾ എന്നത് മുഴുവൻ മനുഷ്യരാശിയെ സൂചിപ്പിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട സകല ജീവജാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സൃഷ്ടുവ, സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ട്, സൃഷ്ടിയുടെ ആരംഭത്തിൽ
പ്രജാപതി ചെയ്ത കർമ്മത്തെയാണ് ഇവിടെ സൃഷ്ടുവ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പുരാണകാലത്ത്, ആദികാലത്ത് അല്ലെങ്കിൽ മുൻപ്, കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ അഥവാ സൃഷ്ടിയുടെ തുടക്കത്തിൽ ഉവാച പറഞ്ഞു, അരുളി ചെയ്തു. അതായത് പ്രജാപതിയുടെ കൽപ്പനയെ അല്ലെങ്കിൽ ഉപദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രജാപതി ബ്രഹ്മാവാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സമസ്ത ജീവജാലങ്ങളുടെയും നാഥൻ. അനേന ഇതുകൊണ്ട്, ഈ യജ്ഞം കൊണ്ട്, ഈ യജ്ഞഭാവം അല്ലെങ്കിൽ ത്യാഗമനോഭാവം ഉപകരണമാക്കി പ്രസവിഷ്യധ്വം. പ്രസവ എന്നാൽ ഉൽപാദനം അല്ലെങ്കിൽ വളർച്ച എന്നാണ് അർത്ഥം. നിങ്ങൾ വർദ്ധിക്കുവിൻ, പ്രസവിഷ്യധ്വം, നിങ്ങൾ വർദ്ധിക്കുവിൻ അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഭൗതികമായും ആത്മീയമായും നിങ്ങൾ വളരുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. യേശ, ഇത് അല്ലെങ്കിൽ ഈ യജ്ഞം, നിസ്വാർത്ഥമായ കർമ്മം, വഹ, നിങ്ങൾക്ക് മനുഷ്യരാശിക്ക് മുഴുവനായി, അസ്തു, ഭവിക്കട്ടെ, ആയിത്തീരട്ടെ, ഇതൊരു അനുഗ്രഹമാണ്. ഇഷ്ടകാമദുഃഖ്, ഇഷ്ടകാമദുഃഖ്, ഇഷ്ടപ്പെട്ട കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നൽകുന്നത് അത് കാമധേനുവാണ്. ഇഷ്ടകാമദുഃഖ് അതായത് ഇഷ്ടം ആഗ്രഹിച്ച കാമ വസ്തുക്കൾ. ദുഃഖ് എന്നാൽ കറന്നെടുക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്നാണ്. പുരാണത്തിലെ കാമധേനുവിനെ പോലെ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ഒന്നായി ഈ യജ്ഞം മാറട്ടെ എന്ന് അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥത്തിനപ്പുറം അതിൽ അടങ്ങിയിരിക്കുന്ന ഗഹനമായ ദാർശനിക സത്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ഗീതാപഠനം പൂർണ്ണമാകുന്നത്. ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നവർക്ക് വഴിവിളക്കാകുന്ന 3 പ്രധാന ആശയങ്ങൾ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹയജ്ഞം, അതായത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി അല്ലെങ്കിൽ ബ്രഹ്മാവ് മനുഷ്യരെ സൃഷ്ടിച്ചത് ഒറ്റയ്ക്കല്ല, മറിച്ച് യജ്ഞത്തോടുകൂടി, അതായത് സഹയജ്ഞാഹ, യജ്ഞത്തോടു കൂടിയാണ്. അതിൽ വളരെ വലിയൊരു തത്വം അടങ്ങിയിട്ടുണ്ട്. നാം ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമ്മോടൊപ്പം ഒരു കടമ അല്ലെങ്കിൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ത്യാഗമനോഭാവം കൂടി ജനിക്കുന്നുണ്ട്. തീയിനൊപ്പം ചൂട് എന്ന പോലെ മനുഷ്യനോടൊപ്പം കർമ്മവും ഉണ്ടായതാണ്. അതിനാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നത് പ്രകൃതി വിരുദ്ധമാണ്. സാധാരണ അർത്ഥത്തിൽ യജ്ഞം എന്നാൽ ഹോമകുണ്ഡത്തിൽ ഹവിസർപ്പിക്കുന്ന ചടങ്ങ് മാത്രമാണ്. എന്നാൽ ഗീതയിൽ, പ്രത്യേകിച്ച് കർമ്മയോഗത്തിൽ, യജ്ഞം എന്ന വാക്കിന് വിശാലമായ അർത്ഥമാണുള്ളത്. സ്വാർത്ഥതയില്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും യജ്ഞമാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നവർക്കുള്ള ആദ്യത്തെ ഉപദേശം ഇതാണ്: വെറുതെ ഇരിക്കരുത്, സ്വാർത്ഥതയില്ലാതെ കർമ്മം ചെയ്യുക. നിസ്വാർത്ഥമായ കർമ്മം എന്നത് മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവസ്ഥയാണ്. അത് ലംഘിക്കുമ്പോഴാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇഷ്ടകാമദുഃഖ്, അതായത് ആഗ്രഹസാഫല്യത്തിൻ്റെ രഹസ്യമാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിലെ ഏറ്റവും ആകർഷകമായ പദം ഇഷ്ടകാമദുഃഖ് എന്നാണ്. ഇതിനെ കാമധേനുവിനോടാണ് ആചാര്യന്മാർ ഉപമിക്കുന്നത്. ആ സങ്കല്പം, കാമധേനു സങ്കല്പം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ
വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ദിവ്യമായ പശുവാണ് കാമധേനു. ചോദിക്കുന്നതെന്തും നൽകാൻ കഴിവുള്ള പശു. ഇവിടെ ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക, അതായത് യജ്ഞം ചെയ്യുക. ആ കർമ്മം തന്നെ നിങ്ങൾക്ക് കാമധേനുവായി മാറും എന്നാണ്. പിന്നെ ഈ കർമ്മത്തിൻ്റെ ഫലസിദ്ധാന്തം, അതായത് നാം ഒരു ജോലി ചെയ്യുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ എനിക്ക് എങ്ങനെ നന്നായി ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ ഫലം താനേ വരും. പശുവിനെ നന്നായി പരിപാലിച്ചാൽ അത് പാൽ തരും. പാലിനു വേണ്ടി പശുവിൻ്റെ അകടിൽ പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല, അതിന് ഭക്ഷണം നൽകുകയാണ് വേണ്ടത്. അതുപോലെ നമ്മുടെ കർത്തവ്യങ്ങളെ, അതായത് യജ്ഞത്തെ പരിപാലിച്ചാൽ അത് നമുക്ക് വേണ്ടുന്ന ഐശ്വര്യങ്ങളെ അല്ലെങ്കിൽ ഇഷ്ടകാമങ്ങളെ നൽകും. ഇനി ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്കുള്ള ഒരു സന്ദേശവും ഈ ശ്ലോകത്തിൽ മൂന്നാമതായി പറയുന്നുണ്ട്. അതായത് ഫലത്തെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടേണ്ടതില്ല, കർമ്മം ചെയ്യുക എന്നതാണ് നമ്മുടെ അധികാരം. ആ കർമ്മം സത്യസന്ധമാണെങ്കിൽ അത് ഇഷ്ടകാമതുക്ക് ആയി മാറും. ആഗ്രഹിച്ച ഫലം താനേ വരും. ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പരസ്പര സഹകരണം. അനേന പ്രസവിഷ്യധ്വം, ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിക്കുവിൻ എന്ന് പറയുമ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര സഹകരണത്തെയാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുണ്ട്. പ്രകൃതി നമുക്ക് വായു, വെള്ളം, ഭക്ഷണം എന്നിവ നൽകുന്നു. തിരിച്ച് നാം പ്രകൃതിക്ക് എന്ത് നൽകുന്നു? നാം പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ യജ്ഞം ചെയ്യുമ്പോൾ പ്രകൃതി നമ്മെയും സംരക്ഷിക്കുന്നു. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. ഇതിൽ ഒരു കൂട്ടായ്മയുടെ വിജയമുണ്ട്. ഈ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ സ്ഥാപനം വളരുകയും അതിലൂടെ ആ വ്യക്തിക്ക് ശമ്പളവും സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് സഹയജ്ഞത്തിലൂടെയുള്ള വളർച്ച. കുട്ടികളുടെ മനസ്സ് കളിമണ്ണ് പോലെയാണ്. അവർക്ക് തത്വചിന്തകളേക്കാൾ ഇഷ്ടം കഥകളും ഉദാഹരണങ്ങളുമാണ്. ഈ സഹയജ്ഞം, ഇഷ്ടകാമതുക് എന്നീ ആശയങ്ങളെ ഒന്ന് രണ്ട് കഥകളിലൂടെ ചേർത്ത് പറയാവുന്നതാണ്. പണ്ട് പാലാഴി മഥനം നടന്നപ്പോൾ, അതായത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്രം കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു അത്ഭുത പശു ഉയർന്നു വന്നു. അതിൻ്റെ പേരായിരുന്നു കാമധേനു അഥവാ സുരഭി. ഈ പശുവിൻ്റെ പ്രത്യേകത എന്താണെന്നോ? ഇതിൻ്റെ ചെവിയിൽ നാം എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് അപ്പോൾ തന്നെ സാധിച്ചു തരും. പക്ഷേ കാമധേനു എല്ലാവരുടെയും കൂടെ നിൽക്കില്ല. അത് വസിഷ്ഠനെ പോലുള്ള ഋഷിമാരുടെ കൂടെ മാത്രമേ നിൽക്കൂ. എന്തുകൊണ്ട്? കാരണം വസിഷ്ഠൻ സ്വാർത്ഥനല്ലായിരുന്നു. അദ്ദേഹം ലോകനന്മയ്ക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും സ്വന്തമായി ഒരു കാമധേനുവിനെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഏതാണ് ആ കാമധേനു? അത് നമ്മുടെ കഠിനാധ്വാനവും നല്ല പ്രവർത്തികളുമാണ്. നാം നമ്മുടെ പഠനവും ജോലിയും മടികൂടാതെ പരാതി പറയാതെ ചെയ്താൽ ആ പ്രവൃത്തി കാമധേനുവിനെ പോലെ നമുക്ക് നല്ല മാർക്കും ജോലിയും സന്തോഷവും ഒക്കെ നൽകും. അലസരായ കുട്ടികളുടെ അടുത്ത് കാമധേനു നിൽക്കുകയില്ല. ഇതിൽ നിന്ന് ഒരു ഗുണപാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഗ്രഹങ്ങൾ സാധിക്കാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. മറ്റൊരു കഥ ശ്രദ്ധിച്ചു കേൾക്കൂ. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് നോക്കൂ. 5 വിരലുകളുണ്ട്. തള്ളവിരൽ പറയുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, ഞാൻ ആരെയും സഹായിക്കില്ല എന്ന്. ചൂണ്ടുവിരലും അത് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പേന പോലും പിടിക്കാൻ പറ്റുമോ? അതും ഇല്ല. ഈ 5 വിരലുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. വിരലുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വയറ് നിറയുന്നു, ശരീരം വളരുന്നു. ഇതുപോലെ നമ്മൾ വീട്ടിലും സ്കൂളിലും എല്ലാവരും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നു. ഇതാണ് സഹയജ്ഞാഹ പ്രജാ സൃഷ്ടുവ എന്ന്
ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രകൃതി പാഠമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മഴയും മേഘവും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? സൂര്യൻ കടലിലെ വെള്ളത്തെ ആവിയാക്കി മാറ്റുന്നു. ആവി മേഘമാകുന്നു. മേഘം മഴയായി ഭൂമിയിലേക്ക് വരുന്നു. മഴ കാരണം ചെടികൾ വളരുന്നു. ഇതൊരു യജ്ഞമാണ്. കടൽ വെള്ളം കൊടുക്കുന്നു, മേഘം അത് മഴയാക്കുന്നു. ആരും ഒന്നും പിടിച്ചു വയ്ക്കുന്നില്ല. അതുകൊണ്ട് ലോകം നിലനിൽക്കുന്നു. നമ്മളും ഇതുപോലെ കൊടുക്കാൻ പഠിക്കണം. അറിവ് കൂട്ടുകാർക്ക് പങ്കുവയ്ക്കണം. ഭക്ഷണം പങ്കുവയ്ക്കണം. അപ്പോൾ പ്രകൃതി നമ്മെ അനുഗ്രഹിക്കും. ഈ ശ്ലോകത്തിലൂടെ തരുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ടു ഗിവ് ഈസ് ടു ഗെയിൻ. കൊടുക്കുന്നതിലൂടെയാണ് നാം നേടുന്നത്. മറ്റൊന്ന് വർക്ക് ഈസ് വർഷിപ്പ്. ചെയ്യുന്ന ജോലി ഈശ്വര പൂജയായി കാണുക. മറ്റൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ലഭിച്ച സൗകര്യങ്ങൾക്ക് ഈശ്വരനോടും പ്രകൃതിയോടും നന്ദിയുള്ളവരായിരിക്കുക. കൂടാതെ ജീവിതയാത്രയിൽ ചില നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും പാലിക്കേണ്ട നിഷ്ഠകളാണ് ഇനി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കുട്ടികൾക്കുള്ള നിഷ്ഠ എന്ന് പറയുന്നത് വിദ്യായജ്ഞമാണ്. അതായത് പഠനത്തെ ഒരു തപസ്സായി കാണുക. അതായത് പഠിക്കാനിരിക്കുമ്പോൾ ഇത് എൻ്റെ അറിവിനും ലോക നന്മയ്ക്കും വേണ്ടിയാണ് എന്ന് പ്രാർത്ഥിക്കുക. പുസ്തകങ്ങളെ ബഹുമാനിക്കുക. കുട്ടികൾ അനുവർത്തിക്കേണ്ട മറ്റൊരു നിഷ്ഠയാണ് സേവനം. ചെറിയ സഹായങ്ങൾ ചെയ്യുക. വീട്ടിൽ അമ്മയെ സഹായിക്കുക, വെള്ളം എടുത്തു കൊടുക്കുക, മുറി വൃത്തിയാക്കുക. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ യജ്ഞമാണ്. കുട്ടികളുടെ മറ്റൊരു നിഷ്ഠയാണ് ഭൂതയജ്ഞം. അതായത് പ്രകൃതിയെ സ്നേഹിക്കുക. ദിവസവും ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുകയോ കിളികൾക്ക് വെള്ളം വയ്ക്കുകയോ ചെയ്യുക. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഇഷ്ടകാമധുക് ആയി മാറും. അതായത് അതൊരു കാമധേനുവായി മാറും. മറ്റൊരു നിഷ്ഠയാണ് പങ്കുവയ്ക്കൽ. അതായത് സ്വാർത്ഥത ഉണ്ടായിരിക്കരുത്. സ്വാർത്ഥത ഒഴിവാക്കുക. സ്കൂളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കുക എന്നൊക്കെയുള്ളത് കുട്ടികൾ അനുവർത്തിക്കേണ്ട ചില നിഷ്ഠകളാണ്. കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും അനുഷ്ഠിക്കേണ്ട ചില നിഷ്ഠകളുണ്ട്. ജീവിതത്തിൻ്റെ ഭാരങ്ങൾക്കിടയിൽ പകച്ചു നിൽക്കുന്ന മുതിർന്നവർക്ക് കർമ്മയോഗത്തിലൂടെ മനസ്സമാധാനം കണ്ടെത്താനുള്ള വഴികൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചമഹായജ്ഞങ്ങൾ, ദ 5 ഗ്രേറ്റ് സാക്രിഫൈസസ്. ഒരു ഗൃഹനാഥൻ ദിവസവും 5 കടമകൾ ചെയ്യണമെന്ന് ശാസ്ത്രം പറയുന്നു. അത് ഈ 10-ാം ശ്ലോകത്തിൽ സഹയജ്ഞത്തിൻ്റെ പ്രായോഗിക രൂപമായിട്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ദേവയജ്ഞം, ഈശ്വരനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക എന്നത്. രണ്ടാമത്തേത് പിതൃയജ്ഞമാണ്, മാതാപിതാക്കളെയും പൂർവികരെയും ബഹുമാനിക്കുക. പിന്നെ ബ്രഹ്മയജ്ഞം, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അറിവ് നേടുക. പിന്നെ മനുഷ്യയജ്ഞം, അതിഥികളെ സൽക്കരിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. മറ്റൊന്നാണ് ഭൂതയജ്ഞം, മൃഗങ്ങളെയും പക്ഷികളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. രണ്ടാമത്തെ കർമ്മയോഗം തരുന്ന രണ്ടാമത്തെ മനസ്സമാധാനം കണ്ടെത്താനുള്ള വഴികളെന്ന് പറയുന്നതാണ് തൊഴിൽ ഒരു യജ്ഞമാക്കി മാറ്റുക എന്നതാണ്. വർക്ക് ആസ് ഓഫറിങ്. ഓഫീസിലോ ബിസിനസ്സിലോ ഉള്ള ജോലി വെറുമൊരു പണമുണ്ടാക്കാനുള്ള വഴി മാത്രമായി കാണാതെ അതൊരു യജ്ഞമായി കാണുക. അപ്പോൾ കാഴ്ചപ്പാട് മാറും. കാഴ്ചപ്പാട് മാറ്റുക എന്നത് പ്രധാനമാണ്. ഞാൻ എൻ്റെ മുതലാളിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന ചിന്ത കൊണ്ടുവരിക. അതിൻ്റെ ഫലമോ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജോലിയിലെ സമ്മർദ്ദം കുറയുന്നു. മനസ്സിൽ ഉത്കണ്ഠയില്ലാതെ ജോലി ചെയ്യുമ്പോൾ കർമ്മം കൂടുതൽ ഭംഗിയാകുന്നു. അതിൻ്റെ ഫലമായി സ്ഥാനക്കയറ്റം, അതേപോലെ പണം എന്നിവ താനേ വരുന്നു.
ഇതാണ് ഇഷ്ടകാമതുക് എന്ന പദത്തിൻ്റെ പ്രാധാന്യം. മറ്റൊന്നാണ്, അതായത് മൂന്നാമത്തെ നമ്മുടെ നേർവഴിക്ക് നടത്തുന്ന ഒരു പദമാണ് പ്രസാദബുദ്ധി. നാം നമ്മുടെ കടമ അല്ലെങ്കിൽ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഫലത്തെ ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കുക. ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും അതിൽ പകച്ചു നിൽക്കാതെ അടുത്ത കർമ്മത്തിലേക്ക് കടക്കുക. എൻ്റെ കടമ ഞാൻ ചെയ്തു, ബാക്കി പ്രപഞ്ചശക്തി നോക്കിക്കൊള്ളും എന്ന വിശ്വാസം മനസ്സിന് ധൈര്യം നൽകും. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം 10-ാം ശ്ലോകം വെറുമൊരു പുരാണ കഥയല്ല, മറിച്ച് വിജയകരമായ ജീവിതത്തിനുള്ള ഒരു ശാസ്ത്രീയ സൂത്രവാക്യമാണ്. ജീവിതയാത്രയിൽ നാം തനിച്ചല്ല. സൃഷ്ടിയുടെ ആരംഭം മുതൽ നമ്മോടൊപ്പം യജ്ഞം അഥവാ കർമ്മം എന്നൊരു കൂട്ടുകാരനുമുണ്ട്. ആ കൂട്ടുകാരനെ കൈവിടാതെ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ കടമകൾ നിർവഹിച്ചാൽ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ സഹായത്തിനെത്തും. കാമധേനു എന്ന സങ്കല്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നന്മ വിതച്ചാൽ നന്മ കൊയ്യാം. അനേന പ്രസവിഷ്യധ്വം. ഈ ത്യാഗമനോഭാവം കൊണ്ട് നിങ്ങൾ വളരുക, ഉയരുക, ലോകത്തിന് വെളിച്ചമാകുക. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം യേശവോ അസ്തിഷ്വകാമതുക്.